430 വർഷമായി അടിമത്വത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ അവരുടെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വന്നു. ദൈവം ഹോരേബിലെ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി മോശയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കാൻ പോവുകയാണ്. നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയണം, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. മോശെ ഫറവോൻ്റെ അടുക്കൽ വന്ന് ഫറവോയോട് പറഞ്ഞു, എബ്രായരുടെ ദൈവമായ യഹോവ വെളിപ്പെട്ട് വന്നിരിക്കുന്നു, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. ഇത് കേട്ട ഫറവോ മോശയോട് പറഞ്ഞു, ഞാനവരെ വിട്ടയക്കേണ്ടതിന് യഹോവ ആരാണ്? യഹോവയെ ഞാൻ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു, നിന്ദിച്ചു. ദൈവം മോശയോട് വീണ്ടും പറഞ്ഞു, നീ ഫറവോയുടെ അടുക്കൽ ചെന്ന് വിളിച്ചു പറയുക, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. മോശ പിന്നെയും ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. പ്രിയപ്പെട്ടവരെ, ആ ദൈവശബ്ദം കൽപ്പനയായിരുന്നു. ആദ്യം അത് കേട്ടപ്പോൾ പരിഹസിച്ച ഫറവോൻ പിന്നീട് ആ ശബ്ദം മുഴങ്ങിയപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ ഭുജബലമായിരുന്നു. തൻ്റെ മന്ത്രവാദികൾ വെച്ചൊക്കെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തെങ്കിലും ജീവനുള്ള ദൈവമായ യഹോവയുടെ ഭുജബലത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഫറവോയ്ക്ക് കഴിഞ്ഞില്ല. 10 ബാധകളെയാണ് ആ ദൈവം അയച്ചത്. ഒടുവിൽ കടിഞ്ഞൂൽ സംഹാരമായിരുന്നു. ഈ പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുമ്പോഴും അവിടെ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട്, എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വചനമാണ് അവിടെ മുഴങ്ങിയത്, തുടർമാനമായി മുഴങ്ങിയത്. ആ വചനം ആദ്യം കേട്ടപ്പോൾ യഹോവ ആരാണെന്ന് ചോദിച്ച ഫറവോ ആ വചനം തുടർമാനമായി കേൾക്കാൻ തുടങ്ങിയപ്പോൾ വിറച്ചുപോയി. അടിസ്ഥാനം ഇളകത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പക്കൽ ദൈവം തന്നിരിക്കുന്ന വചനം ദൈവശക്തിയാണ്. നിങ്ങളത് പ്രഖ്യാപിക്കണം, നിങ്ങളത് വിളിച്ചു പറയണം. നിങ്ങൾ വചനത്തെ ചെറുതാക്കരുത്. വചനം പറഞ്ഞിട്ടും ശത്രു ധിക്കാരം കാട്ടുന്നത് പോലെ തോന്നിയാലും നിങ്ങൾ അവൻ്റെ ധിക്കാരഭാവം മൈൻഡ് ചെയ്യാതെ ദൈവത്തിൻ്റെ കൽപ്പന വിളിച്ചു പറയണം, എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കാം. സഹോദര, ദൈവം നിന്നെ വിളിക്കുമ്പോൾ, സഹോദരി, ദൈവം നിന്നെ വിളിക്കുമ്പോൾ ആ വിളിക്കകത്ത് നിങ്ങളുടെ കുടുംബത്തെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതെ, ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാൻ പദ്ധതിയുണ്ട്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാനാണ് യേശു വന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ യേശു ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിടുതലുണ്ട്, സഹോദരങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങൾ ഈ കൽപ്പന വിളിച്ചു പറ, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇന്ന് പിടിച്ചു വച്ചിരിക്കുന്ന ശക്തികളെല്ലാം പിടിവിടും. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പനയ്ക്ക് മുമ്പിൽ ഫറവോ വിട്ടയച്ചെങ്കിൽ, 430 വർഷത്തെ അടിമച്ചങ്ങല പൊട്ടിമാറിയെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും വിടുതലുണ്ടാകും. എത്ര കാലപ്പഴക്കമുള്ള ബന്ധനമാണെങ്കിലും ദൈവകൽപ്പനയ്ക്ക് മുമ്പിൽ അഴിഞ്ഞിരിക്കും. വിശ്വാസത്തോടെ വചനം പ്രഖ്യാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.